കണ്ടാ അവൻ്റെ കരച്ചിലൊക്കെ പോയി. നോ ചിരിക്കുന്നുണ്ടാ? കൊച്ചു കള്ളൻ ചിരിക്കുന്നുണ്ടാ? നോക്കി. ഉഷേ തണ്ട അവനെ കൊണ്ട് കിടത്ത്. അവനെ ഉറക്കം വരുന്നു. കിടത്തിക്കും. ആ, ഇന്ന് നമ്മുടെ ജോക്കർ കളി തീർന്നു. എടാ വേണു, നിന്റെ മോൻ എത്ര ഭാഗ്യം ചെയ്തവനാ. അവനെ സ്നേഹിക്കാൻ, താലോലിക്കാൻ സ്വന്തം അപ്പൻ അമ്മ അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞാൻ വെറുതെ എൻ്റെ ബാല്യത്തെപ്പറ്റി ഒന്ന് ഓർത്തു പോയി. പണ്ടെനിക്കൊരു പേരുണ്ടായിരുന്നു, ബാസ്റ്റാർഡ്. ആ പേര് കേൾക്കുമ്പോൾ പണ്ട് ഞാൻ ചിരിക്കുമായിരുന്നു. കാരണം എനിക്ക് ആ വാക്കിന് അർത്ഥം അറിയില്ലായിരുന്നു. പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴേ ഞാൻ കരഞ്ഞു. പക്ഷേ കരഞ്ഞ് ഞാൻ ചിരിക്കാൻ പഠിച്ചതാണ്. ഞാൻ ചിരിച്ചു ജീവിതത്തിൽ തോക്കാതിരിക്കാൻ. വഞ്ചിക്കപ്പെട്ട എൻ്റെ അമ്മ എന്നെ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയി ആത്മഹത്യ ചെയ്തു. അമ്മ ജീവിതത്തെ ഭയന്നു പോയി. ഞാൻ ജീവിതത്തെ ഭയന്നില്ല. ഞാൻ ധൈര്യമായിട്ട് അധ്വാനിച്ചു, പഠിച്ചു, ഉദ്യോഗസ്ഥനായി. നിങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരായി. ഞാൻ 2 ദിവസം മുമ്പ് ഒരാളെ കണ്ട, ഓൾഡ് ഏജ് ഹോമിൽ മരണത്തെ കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻ. ലീഗൽ ഭാര്യ, മക്കൾ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് മരണവുമായി മല്ലിടുന്ന ഒരു മനുഷ്യൻ. അതാരാണെന്ന് പറയാം? എൻ്റെ ബയോളജിക്കൽ ഫാദർ. ഞാൻ വർഷങ്ങളായിട്ട് അന്വേഷിച്ച് നടന്ന ആ മനുഷ്യൻ. ജീവിതത്തിൻ്റെ ഈ കോമാളിത്തരമൊക്കെ കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കൂടാ? സോറി.